1965 ഏപ്രിൽ 4 മാൻഹാട്ടനിലെ സിറ്റി ഹോസ്പിറ്റലിൽ എൽസി തൻ്റെ മൂന്നാമത്തെ കുഞ്ഞിനായി ആ ലേബർ റൂമിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഒടുവിൽ അത് സംഭവിച്ചു. അവൾ മൂന്നാമതും പ്രസവിച്ചു, ഒരു ആൺകുഞ്ഞ്. പക്ഷേ അവൻ്റെ ജീവിതം വളരെ നല്ല രീതിയിലൊന്നും അല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം അവൻ്റെ അച്ഛൻ ലഹരിക്കടിമയായിരുന്നു. ലഹരിക്കടിമയായ അച്ഛൻ തൻ്റെ മകനിലേക്കും അതിൻ്റെ വിഷവിത്തുകൾ പാകി നൽകി. തൽഫലമായി 6-ാമത്തെ വയസ്സിൽ കഞ്ചാവ് ഉപയോഗിക്കേണ്ടി വന്നു. പതിയെ പതിയെ കഞ്ചാവിൽ നിന്നും ഹാഷിഷിലേക്കും അത് കൊക്കൈനിലേക്കും പിന്നീട് മറ്റു പലതിലേക്കും അവൻ്റെ ജീവിതം വഴുതി മാറി. ഒടുവിൽ 12-ാമത്തെ വയസ്സിൽ ലഹരി കിട്ടാതെ അവന് ജീവിക്കാൻ പോലും സാധിക്കില്ല എന്ന അവസ്ഥയിലേക്ക് അവൻ്റെ ജീവിതം മാറി തുടങ്ങി. ആ അവസ്ഥ ആ ചെറിയ പ്രായത്തിൽ തന്നെ ഡിപ്രഷനിലേക്ക് അവനെ വഴിമാറ്റി വിട്ടു. അന്നുവരെ അവനൊപ്പം ഉണ്ടായിരുന്ന എല്ലാം അവന് പതിയെ നഷ്ടപ്പെടാൻ ആരംഭിച്ചു. ഒടുവിൽ ലഹരി വസ്തുക്കൾ കൈവശം വെച്ചു എന്നത് ആരോപിച്ച് അവസാനം ജയിലിലേക്കും പോകേണ്ടി വന്നു. ജീവിതം നഷ്ടങ്ങൾ കൊണ്ട് നിറയാൻ ആരംഭിച്ചു. ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന് പലരും പരിഹസിച്ചു വിധി എഴുതാൻ ആരംഭിച്ചു. പക്ഷേ അയാൾക്ക് അങ്ങനെ തോറ്റു കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല. ഒടുവിൽ വിധിയുടെ ചങ്ങല പൊട്ടിച്ച് തന്നെ പരിഹസിച്ചവരുടെ നെഞ്ചിൽ അവസാനത്തെ ആണിയുമടിച്ച് അയാൾ തിരിച്ചു വന്നു. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. അദ്ദേഹം വളർന്നു വരുമ്പോൾ തന്നെ കണ്ടു തുടങ്ങുന്നത് അമ്മയുടെ മദ്യപാനവും അച്ഛൻ്റെ ഡ്രഗ് യൂസുമാണ്. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനോടൊപ്പം ഡ്രഗ് യൂസ് ചെയ്യാൻ ആരംഭിക്കുന്നു. അച്ഛനാണ് ആദ്യമായിട്ട് കഞ്ചാവ് കയ്യിലേക്ക് കൊടുക്കുന്നത്. അത് യൂസ് ചെയ്യാൻ പഠിപ്പിച്ചതിന് ശേഷം വീണ്ടും 6-ാമത്തെ വയസ്സിൽ തന്നെ കൊക്കൈൻ യൂസ് ചെയ്യാൻ കൊടുക്കുന്നു. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ ഡ്രഗ്സ് എന്താണെന്നും ഡ്രഗ്സിൻ്റെ യൂസേജ് എങ്ങനെയാണെന്നും മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തോടുള്ള സ്നേഹപ്രകടനം നടത്തിയിരുന്നത് ഈ ഡ്രഗ് യൂസ് ചെയ്തതിന് ശേഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രഗ് യൂസ് ചെയ്തതിന് ശേഷം അവർ തമ്മിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതായി കാണാം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സക്സസ്സിനനുസരിച്ചായിരുന്നു ആ കുടുംബം ജീവിച്ചിരുന്നത്. ഒരു സിനിമ ഫ്ലോപ്പായാൽ അദ്ദേഹത്തിൻ്റെ കുടുംബം പട്ടിണിയായിരുന്നു. പക്ഷേ ഒരു സിനിമ ഹിറ്റാവുകയാണെങ്കിൽ ആ കുടുംബം പട്ടിണിയില്ലാതെ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ സംവിധാനം ചെയ്ത സിനിമയിലൂടെയാണ് അദ്ദേഹം തൻ്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത്. 1970 പൗണ്ട് എന്ന സിനിമയിൽ ഒരു സിക്ക് പപ്പിയായിട്ടാണ് അദ്ദേഹം ആദ്യം അഭിനയിക്കുന്നത്. അദ്ദേഹത്തിന് 11 വയസ്സുള്ള സമയത്തായിരുന്നു അദ്ദേഹം ന്യൂയോർക്കിലെ ഒരു സമ്മർ ആക്ടിംഗ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ആ സമയത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം കാലഘട്ടം തുടങ്ങുന്നത്. കാരണം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആവുന്നു. അതിനുശേഷമുള്ള ജീവിതം നരകതുല്യമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും ഡിവോഴ്സിന് ശേഷം അദ്ദേഹം ഡ്രഗിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ലൈഫിൽ കൊടുക്കും. ഡ്രഗ്സ് അദ്ദേഹത്തെ ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്ക് തള്ളിവിടുന്നു. അങ്ങനെ ചെറിയ ചെറിയ സിനിമകളിൽ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് 1996 അദ്ദേഹം പലതവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കൊക്കൈനും ഹെറോയിനും മരിജുവാനൊക്കെ കൈവശം വെച്ചതിന് പല രീതിയിലും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ ഒരു അറസ്റ്റ് പല മാധ്യമങ്ങളിലും വരികയും അദ്ദേഹം ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്നും ഒരു കുറ്റവാളിയാണെന്നും മുദ്രകുത്തപ്പെടുകയും ചെയ്തു. 1999 ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധി കേസുകളാണ് ചാർജ് ചെയ്യപ്പെട്ടത്. വണ്ടർ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് തൻ്റെ വീട് നഷ്ടമായി. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഏറ്റവും സ്ട്രഗിളിങ് നിറഞ്ഞ കാലഘട്ടമായിരുന്നു അത്. ലീഗൽ ബിൽസ് കാരണം അദ്ദേഹത്തിന് തൻ്റെ ശമ്പളം വരെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സമയം. ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്തത് കാരണം കാലിഫോർണിയയിലെ സബ്സ്റ്റൻസ് അബ്യൂസ് ട്രീറ്റ്മെൻറ്റ് ഫാക്കൽറ്റിയിലേക്ക് അദ്ദേഹത്തെ 3 വർഷത്തേക്ക് വിടുകയാണ്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ സിനിമാ കരിയർ ഏറെക്കുറെ അവസാനിച്ചു. റോബർട്ട് ഡൗണി ജൂനിയറിൻ്റെ ശിഷ്ടകാലം ഇനി ജയിലിൽ കഴിയാമെന്നും സിനിമാ കരിയറെല്ലാം അവസാനിച്ചുവെന്നും പലരും പരിഹസിച്ച് വിധിയെഴുതി. കരിയർ അവസാനിച്ചു, ഇഷ്ടപ്പെട്ട സിനിമകൾ നഷ്ടമായി, ജോലി നഷ്ടമായി, കുടുംബം നഷ്ടമായി, ഭാര്യ നഷ്ടമായി. അങ്ങനെ നഷ്ടങ്ങളുടെ കണക്ക് മാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എടുത്തു പറയാൻ ബാക്കിയായി. പലതവണ, ഒരു തവണയല്ല, ഒരുപാട് അധികം തവണ ജയിലിലും കഴിയേണ്ടി വന്നു. അങ്ങനെ കരിയർ നശിച്ച് ഒരു മനുഷ്യന് എത്താൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ദുരവസ്ഥയിൽ അദ്ദേഹം എത്തി. ആ ഒരു സമയത്തായിരുന്നു മാലാഖയെ പോലെ സൂസൻ ഡൗണി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അവൾ അദ്ദേഹത്തിനോട് പറയുകയാണ്, നിങ്ങളിനി ഡ്രഗ്സ് യൂസ് ചെയ്യരുത്. ഡ്രഗ്സ് യൂസ് ചെയ്താൽ എന്നെ നിങ്ങൾക്ക് ഒരിക്കലും വിവാഹം ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു തിരിച്ചറിവാണ് ഡ്രഗ്സിൽ നിന്നും പിന്മാറാൻ അദ്ദേഹത്തെ സഹായിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് യോഗയും മെഡിറ്റേഷനും തെറാപ്പികളുമായി തൻ്റെ ജീവിതം അയാൾ തിരിച്ചു പിടിക്കാൻ ആരംഭിച്ചു. തിരിച്ചുവരവിന് ശേഷമാണ് ഡേവിഡ് ഫിഞ്ചറിൻ്റെ സോഡിയാക്കിൽ അഭിനയിക്കുന്നത്. ഈ ഒരു സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിന് നല്ല ഹൈപ്പുള്ള ഒരു ആക്ടറായി മാറാൻ സാധിച്ചു. പക്ഷേ കുറ്റവാളിയാണ്, ക്രിമിനലാണെന്ന് പല ഡയറക്ടറും മുദ്രകുത്തി പലരും അവസരങ്ങൾ കൊടുക്കാതിരുന്നു. അത് അദ്ദേഹത്തെ ചെറുതായും തളർത്തി.
പിന്നെയും സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് പോലും ഇല്ലാതിരുന്ന ഒരാളായിരുന്നു റോബർട്ട് ഡൗണി ജൂനിയർ അക്കാലത്ത്. അദ്ദേഹത്തിന് വലിയൊരു ഹിറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ വലിയ ഡയറക്ടേഴ്സ് ഒന്നും അയാൾക്ക് ഡേറ്റ് കൊടുത്തിരുന്നില്ല. കാരണം അയാളൊരു കുറ്റവാളിയും ക്രിമിനലുമാണെന്ന് പലരും വിധിയെഴുതി. അതുകൊണ്ട് തന്നെ പാതി വഴിയിൽ തങ്ങളുടെ സിനിമ നഷ്ടപ്പെടുമെന്നും അവർ പേടിച്ചു. അതുകൊണ്ട് ആരും അദ്ദേഹത്തിന് ഡേറ്റ് കൊടുത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ജോൺ ഫറേവിൻ്റെ ഡയറക്ഷനിൽ മാർവല് തൻ്റെ ആദ്യത്തെ സിനിമയായി വരുന്നത്. അത് മറ്റൊന്നുമായിരുന്നില്ല, അയൺമാൻ ആയിരുന്നു. അതിലെ നായകൻ ആരാക്കണമെന്ന് ജോൺ ഫറേവ് പറഞ്ഞപ്പോൾ ആദ്യം വന്ന പേര് റോബർട്ട് ഡൗണി ജൂനിയർ എന്നായിരുന്നു. പക്ഷേ അതിൻ്റെ നിർമ്മാതാക്കൾ അതിന് സമ്മതിച്ചില്ല. അയാളെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ നഷ്ടം വരുമെന്നും സെറ്റിലിരുന്ന് അയാൾ മദ്യപിക്കും അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്യുമെന്നും അവർ പറഞ്ഞു. പക്ഷേ ജോൺ ഫറേവ് തൻ്റെ വാക്കുകൾ ഉറച്ചു നിന്നു. കാരണം അയൺമാൻ്റെ കഥ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ബില്യണയറിനെ ഒരു അഫ്ഗാനിസ്ഥാനിലുള്ള ഒരു തീവ്രവാദി സംഘം തട്ടിക്കൊണ്ടുപോവുകയും തിരിച്ചുവരവിന് ശേഷം അയാൾ മാറുകയും ഒരു സൂപ്പർ ഹീറോ ആയി ജനങ്ങളെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഇതായിരുന്നു ആ ഒരു സിനിമയുടെ കഥ. ഏകദേശം റോബർട്ട് ഡൗണി ജൂനിയറിൻ്റെ കഥയും അതുപോലെയായിരുന്നു. ലൈഫിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളെ സിനിമയിലെ നായകനാക്കണമെന്ന് ജോൺ ഫറേവ് വാശി പിടിച്ചു. അങ്ങനെ ഒടുവിൽ അത് സംഭവിച്ചു. അയൺമാൻ എന്ന സിനിമയിൽ ടോണി സ്റ്റാർക്ക് എന്ന ക്യാരക്ടറായി റോബർട്ട് ഡൗണി ജൂനിയർ വരുന്നു. പിന്നീട് അങ്ങോട്ട് റോബർട്ട് ഡൗണി ജൂനിയർ ആരാണെന്നും അയാളുടെ സിനിമാ കരിയർ എന്താണെന്നുമാണ് ലോകം മുഴുവൻ വിറ്റ്നസ് ചെയ്തത്. അത്രയും നാളും മദ്യപാനിയാണ്, ഡ്രഗ് അഡിക്റ്റാണ്, കുറ്റവാളിയാണെന്ന് പറഞ്ഞവരൊക്കെ അയാളെ വാഴ്ത്തിപ്പാടാൻ ആരംഭിച്ചു. അയാളെ വെറുത്തിരുന്നവരൊക്കെ അയാളുടെ ആരാധകരായി മാറി. ലോകത്ത് ഏറ്റവും വലിയ തുക ശമ്പളമായി മേടിക്കുന്ന നടന്മാരൊരാളായി മാറാൻ അയാൾക്ക് അധിക കാലതാമസമൊന്നും വേണ്ടി വന്നില്ല. അയാളുടെ ജീവിതം കൊണ്ട് അയാളത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജീവിതത്തിൽ ഒരു താഴ്ചയുണ്ടായാൽ പിന്നീടൊരിക്കൽ ഒരു ഉയർച്ച ഉണ്ടാകുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. അയാളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് അയാൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു സാമ്രാജ്യം. അവർ അയൺമാൻ ഈസ് ബാക്ക്, ടോണി സ്റ്റാർക്ക് ഈസ് ബാക്ക്. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതം എത്ര മോശം അവസ്ഥയിലൂടെ പോയാലും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കാരണം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിരിക്കും. ഇറ്റ്സ് മീ ഗുഡ് ബൈ, സൈനിങ് ഔട്ട്.